ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സിമ്പിൾ മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് കൊക്കനട്ട് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ചെയ്യുന്നത് ജീരകം, ഇഞ്ചി, പിന്നെ 3 വെളുത്തുള്ളി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കുകയാണ്. ഇപ്പോൾ കുരുമുളക് പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുകൂടി ഇതിനകത്തിട്ട് ചതച്ചെടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പൊടിയായിട്ട് ഇരിപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമായിട്ടാണ് ചതച്ചെടുക്കുന്നത്. ഇനി ചട്ടി നന്നായി ചൂടായ ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുത്തു. വറ്റൽമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പില, പിന്നെ ചെറുള്ളി 1 ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 2 എണ്ണം ചെറിയ ഒരു വലുപ്പത്തിൽ അതാണ് എടുത്തേക്കുന്നത്. നമുക്കിതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇപ്പോൾ എല്ലാം ഒന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു. പക്ഷെ വീഡിയോ ഓഫായി പോയി, ഞാനത് അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത് 1/4 ടീസ്പൂൺ കുരുമുളക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം ഈ ചതച്ചതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ വീട്ടിൽ കറി വെക്കാനായിട്ട് അത്യാവശ്യം പച്ചക്കറി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു മോരുകറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനിയാണ് നമ്മൾ മോര് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് കായം ഇട്ട് കൊടുക്കുകയാണ്. കായത്തിൻ്റെ ഒരു മണം ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്താലും ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റാണ്. അങ്ങനെ മോരുകറി റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. ഇതിലിപ്പോൾ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. അത്യാവശ്യം ചൂടൊന്ന് പോയ ശേഷമാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊക്കെ പിരിഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊന്ന് ചൂടായ ശേഷം ഓഫ് ചെയ്യാം, കാരണം ഒരുപാട് അങ്ങ് തിളച്ചു പോകരുത്. ഒരു കറി ഒരു 3 ദിവസം എല്ലാം കേടാവാതിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്, ഇനി ഓഫ് ചെയ്യാണ്. ഒന്ന് ആറിയ ശേഷം ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.